ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചില്ലി ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. റൈസിൻ്റെയും ഗീ റൈസിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ എല്ലാത്തിൻ്റെയും കൂടെ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ചില്ലി ഫിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ അയക്കൂറ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള, എഗ് വൈറ്റ് ഒരു മുട്ടയുടേത് ചേർത്ത് കൊടുക്കാം. ഇത് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ്. ഇതൊക്കെ ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഫിഷ് ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന ഓയിലിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിടാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറ് മാറി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇതേപോലെ കട്ട് ചെയ്തതാണ്. 1 ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും സോട്ട് ചെയ്ത് കൊടുക്കാം. സവാളയും ക്യാപ്സിക്കവും കളർ മാറി വരുമ്പോൾ നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ലോ ആക്കാം. എന്നിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കാം. സോസുകൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് സോസുകളൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച, ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്, ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീനും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ സോസുകളൊക്കെ ഈ മീനിൽ കോട്ട് ചെയ്യണം. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നമ്മുടെ സോസ് നല്ല തിക്കാവുന്നത് വരെ നമുക്ക് വീണ്ടും സോട്ട് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റോളം വഴറ്റി കൊടുത്താൽ മതിയാവും. നമ്മുടെ ചില്ലി ഫിഷ് റെഡിയായി വരുന്നുണ്ട്. ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് അണിയൻ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇനി നമുക്ക് മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചില്ലി ഫിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതേപോലെയുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്